ആൾ അസിസ്റ്റൻറ്റ് സീസൺ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച PVQ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 10 ചോദ്യങ്ങളും കറന്റ് ഫാക്ട്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സുകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. എല്ലാവരും അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യം നോക്കാം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമം, ചാൾസ് നിയമം, ജൂൾ നിയമം, അവഗാഡ്രോ നിയമം. ബോയിൽ നിയമപ്രകാരമാണ് ഈ പ്രതിഭാസം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്. റോബർട്ട് ബോയിലാണ് ബോയിൽ നിയമം മുന്നോട്ട് വെച്ചത്. ഈ നിയമത്തിൽ പറയുന്നത് താപം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവിലുള്ള വാതകത്തിൻ്റെ മർദ്ദവും വോളിയവും വിപരീതാനുപാതത്തിലാണ് എന്നാണ്. ഉദാഹരണത്തിന് ഒരു സിലിണ്ടറിൽ ഉള്ള വാതകത്തിൻ്റെ വോളിയം കുറയ്ക്കുമ്പോൾ അതിൻ്റെ മർദ്ദം ഉയരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകുന്നു? ആസിഡ് ചേർക്കുമ്പോൾ ആസിഡിൻ്റെ സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ ആസിഡിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ pH മൂല്യം 7 കുറയുകയാണ് ചെയ്യുന്നത്. pH മൂല്യം 7 കൂടുമ്പോൾ അത് ആൽക്കലി സ്വഭാവമാണ് കാണിക്കുക. നിർവീര്യലായകത്തിൻ്റെ pH മൂല്യം 7 അത് ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡെമിസ് ഹസബിസ്, ജോൺ ജംബർ, ഡേവിഡ് ബേക്കർ, വിക്ടർ ആംബ്രോസ്. ഡേവിഡ് ബേക്കറിനാണ് പകുതി ലഭിച്ചത്. മറ്റേ പകുതി ലഭിച്ചത് ആർക്കായിരുന്നു? ഡെമിസ് ഹസബിസിനും ജോൺ ജംബറിനും ചേർന്നിട്ടാണ്. ഡേവിഡ് ബേക്കറിൻ്റെ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ അതിനായിട്ടാണ് ഈ നോബലിൻ്റെ പകുതി ലഭിക്കുന്നത്. ഡെമിസ് ഹസബിസ്, ജോൺ ജംബർ എന്നിവർക്കാണ് മറ്റൊരു പകുതി ലഭിച്ചത്. പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആയിരുന്നു അവരുടെ വിഷയം. 2024 ഫിസിക്സ് നോബൽ ലഭിക്കുന്നത് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജോഫ്രെ ഹിൻഡണിനുമാണ്. അതോടെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മൈഗ്രേഷൻ, എൻവയോൺമെൻറ്റൽ ചേഞ്ച് ആൻഡ് കോൺഫ്ലിക്റ്റ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ആരാണ്? പുരന്ദരദാസ്. ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. അതുപോലെ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളാണ്. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. സ്വാതി തിരുനാളിനെ ഗർഭശ്രീമാൻ എന്നുകൂടി വിളിച്ചിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? വിഷ്ണു വിനോദ്, വിഘ്നേഷ് പുത്തൂർ, സച്ചിൻ ബേബി, ബാസിൽ തമ്പി. വിഘ്നേഷ് പുത്തൂരാണ് ഉത്തരം. IPL 2025 ജേതാക്കളായിരുന്നു RCB, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? സൂര്യകുമാർ യാദവ്. അതുപോലെ ടോപ്പ് സ്കോറർ നമ്മുടെ വിരാട് കോഹ്ലി ആയിരുന്നു. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. ഇവിടെ പ്രസ്താവന A ശരിയാണ്, എന്നാൽ B ശരിയല്ല. വിശ്വരൂപം, ഒരു വിലാപം, നീതിസാരങ്ങൾ, നാഗാനന്ദം എന്നീ കവിതകളും അതുപോലെ ഇന്ദുമതി സ്വയംവരം എന്നൊരു നാടകവും
PC ബാലകൃഷ്ണ പണിക്കർ എഴുതിയിട്ടുണ്ട്. 23 വയസ്സുവരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ചിന്താമണി, മലബാറി, ചക്രവർത്തി തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കാനുണ്ട്. മലയാള വിലാസം എന്ന കൃതിയെ കുറിച്ച് പറയുന്നുണ്ട്. മലയവിലാസം എന്ന കവിത എഴുതിയത് ആരാ? AR രാജരാജവർമ്മ. ഓക്കെ, അതുകൂടി ഇവിടെ നിന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലനാണ്. 1938 ഈ ചിത്രം ആദ്യമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ആദ്യ മലയാള ചിത്രമാണ്, നിശബ്ദ മലയാള ചിത്രമാണ് വിഗതകുമാരൻ. 1928 വിഗതകുമാരൻ പുറത്തു വരുന്നത്. മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏതാണ്? കണ്ടം ബച്ചക്കോട്ട്. ആദ്യ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതുപോലെ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് 2025 മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഇന്ത്യയുടെ ആർമി, നേവി, എയർഫോഴ്സ് എന്നിങ്ങനെ 3 സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ, ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഇനി ഏകദേശം 20 ദിവസം മാത്രമേ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനായിട്ടുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠനം കൂടുതൽ സ്ട്രോങ് ആക്കുക. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.